പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ബൈക്കിൻ്റെ വീഡിയോ ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ബൈക്ക് റിവ്യൂ അല്ല, ഒരു പ്രോഡക്റ്റാണ്. നമ്മുടെ ബൈക്കുമായിട്ട് നിത്യജീവിതത്തിൽ നമുക്ക് ആവശ്യം വരുന്ന ഒരു പ്രോഡക്റ്റാണ്. യമഹയുടെയാണ് ഈ പ്രോഡക്റ്റ്. PEA കാർബൺ ക്ലീനർ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് യൂസ് ചെയ്യുന്നത് വണ്ടിയുടെ കാർബറേറ്റർ വണ്ടികളാണ്, കാർബറേറ്ററിൻ്റെ പാർട്സ്, അതുപോലെ തന്നെ FI വണ്ടികളാണെങ്കിൽ ഇഞ്ചക്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനാണ് ഈ ഒരു പ്രോഡക്റ്റ് കൊണ്ട് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു 1.5 ലിറ്റർ മേളിലേക്ക് 150 cc വണ്ടിയാണെങ്കിൽ ഒരു 3 ലിറ്റർ പെട്രോളിലേക്ക് ഇത് ഫുള്ളായിട്ട് ഒഴിക്കണം. അപ്പോഴേക്കും ഇതിൻ്റെ നമ്മുടെ കാർബറേറ്റർ പാർട്സും ബാക്കി ഇതിൻ്റെ ഫ്യൂവൽ പൈപ്പ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ക്ലീനായി വണ്ടിക്ക് കുറച്ചുകൂടി മൈലേജും കുറച്ചുകൂടി പെർഫോമൻസ്, വണ്ടി ഒന്ന് സ്മൂത്ത് ആവും. അവിടെ കാർബൺ എന്തൊക്കെയാണെങ്കിലും വണ്ടി നമ്മൾ പിസ്റ്റൺ ബേൺ ചെയ്യുന്ന സമയത്ത് ഈ സമയത്ത് ഉറപ്പായിട്ടും കാർബൺ അവിടെ അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും. അതൊക്കെ ഒന്ന് ക്ലീൻ ആവും ചെറിയ രീതിയിൽ. നമ്മൾ ഒരിക്കലും ഒരു ഹെഡ് അഴിച്ച് ക്ലീൻ ചെയ്യുന്ന ആ ഒരു ഫീഡ്ബാക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. ചെറിയ രീതിയിലുള്ള ഒരു ക്ലീനിങ് ഇതിൽ നിന്നുണ്ടാവും. ഇവർ പറയുന്ന ഒരു 6000 കിലോമീറ്ററിൽ ഇത് നിർബന്ധമായിട്ട് ഒഴിച്ച് ക്ലീൻ ചെയ്യണമെന്നാണ് യമഹ വണ്ടിക്ക് പറയുന്നത്. നമുക്ക് അല്ലാത്ത വണ്ടികൾക്കും ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നും. ഞാൻ ഇതൊന്നും ഒഴിച്ച് നോക്കിയിട്ടുണ്ട്, ഒന്നുകൂടെ നമ്മളിത് ട്രൈ ചെയ്യുകയാണ്. ഇപ്പോൾ ഒഴിക്കുന്നില്ല, ഇപ്പോൾ വണ്ടിയിൽ അധികം മാത്രം പെട്രോളില്ല, ഒരു 1.5 ലിറ്ററൊക്കെ ഉള്ളൂ. നമ്മൾ കുറച്ചുകൂടെ പെട്രോൾ ആഡ് ചെയ്തതിന് ശേഷം ഇത് ഒഴിച്ചിട്ട് ഒരു ലോങ് റൈഡ് പോയി ഉള്ള എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മൾ ഇതിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോയിൽ. ഇത് ജസ്റ്റ് ഇതിൻ്റെ ഒരു ഇൻട്രോ ആയിരുന്നു. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു 3-4 ലിറ്റർ പെട്രോളിലേക്ക് നമ്മുടെ പെട്രോൾ അടിക്കി ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം വണ്ടിയിൽ ഇത്രയും എണ്ണയുണ്ട്, ഒരു 4-4.5 ലിറ്റർ എണ്ണയുണ്ട്. അതിലേക്കാണ് നമ്മൾ ഒഴിച്ചത്. ഇപ്പോൾ നമ്മളൊരു റൈഡ് പോകാൻ, ഒരു ലോങ് റൈഡ് തന്നെ പോകാൻ പോവുകയാണ്. അപ്പം യമാലൂബിൻ്റെ PEA കാർബൺ ക്ലീനർ, ഈ ഒരു സാധനം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞ പോലെ ഒരു 3 ലിറ്റർ പെട്രോളിലേക്ക് ഞാനിത് ഒഴിച്ചു. അത് അത്യാവശ്യം ഒരു ചെറിയ ലോങ് ഓടി, അത്യാവശ്യം ടൗൺ യൂസേജ് എല്ലാം ഓടി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഒരു മൈലേജിൽ എങ്ങനെ വന്നാലും ഒരു ടൗൺ യൂസേജ്, സിറ്റി യൂസേജിലാണെങ്കിൽ ഒരു 3 മുതൽ 4 കിലോമീറ്റർ വരെ എനിക്ക് എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്. അതായത് സാധാരണ കിട്ടിയിരിക്കുന്ന മൈലേജിനെക്കാട്ടും കൂടുതൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ നോക്കിയിട്ട് ഉപയോഗിച്ച് നോക്കിയിട്ട് അപ്പോൾ എങ്ങനെ വന്നാലും ഇത് ഈ ഒരു സംഭവം കൊണ്ട് മൈലേജ് കൂടുതൽ കിട്ടുന്നുണ്ട്. അപ്പോൾ എങ്ങനെ വന്നാലും എനിക്കൊന്ന് ഹൈവേയിൽ ഒരു ലോങ് ഓട്ടത്തിലാണെങ്കിൽ എങ്ങനെ വന്നാലും ഒരു 5 മുതൽ 6 കിലോമീറ്റർ വരെ സാധാരണക്കാട്ട് നമ്മൾ കൂടുതൽ മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാം നമ്മൾ ഈ വണ്ടിയിൽ ക്ലീൻ ചെയ്യുമ്പോൾ. അതും ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഏകദേശം ഇപ്പം ഒരു 600 കിലോമീറ്റർ ഓടി കഴിഞ്ഞ്, എന്നിട്ടും എനിക്ക് ആ മൈലേജ് കിട്ടുന്നുണ്ട്. അത് സസ്റ്റൈനബിൾ ആയിട്ട് തന്നെ കുറച്ചുകൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു തവണ യൂസ് ചെയ്ത് ആ തവണത്തേക്ക് മാത്രമല്ല, പിന്നീട് ആ മൈലേജ് എനിക്ക് കിട്ടുന്നുണ്ട്. അത്യാവശ്യം ആ സെയിം മൈലേജ് തന്നെ എനിക്ക് ആ എക്സ്ട്രാ മൈലേജ് കിട്ടുന്നുണ്ട്. അപ്പം നല്ലൊരു പ്രോഡക്റ്റായിട്ട് എനിക്ക് തോന്നുന്നത്. വേറെ വണ്ടിക്ക് മിസ്സിങ്ങോ അങ്ങനെ ഇപ്പം ഐഡിലിങ്ങിൽ വേരിയേഷനോ അങ്ങനെ ഒന്നും എനിക്ക് തോന്നിയില്ല. വണ്ടിക്ക് യാതൊരുവിധ വൈബ്രേഷനും കാര്യങ്ങളും കുറച്ചൊരു സ്മൂത്ത് ആയ പോലെ തോന്നുന്നുണ്ട്. കാരണം ഇത് ഈ പറഞ്ഞ പോലെ കാർബറേറ്ററിൽ ചെറിയ ഡസ്റ്റും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഇതാണ്. നമ്മൾ വലിയ രീതിയിൽ കാർബറേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യുന്ന ആ ഒരു പെർഫോമൻസ് ഒരിക്കലും പ്രതീക്ഷിക്കല്, അത് ഇതിനൊന്നും ഉണ്ടാകത്തില്ല, നമുക്കറിയാമല്ലോ. അപ്പോൾ അതാണ് ഈ ഒരു സംഭവത്തിൻ്റെ റിവ്യൂ, അല്ലെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം. ഇനി ഒരു പ്രോഡക്റ്റും കൂടെ ഉണ്ട്, അതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുമ്പം 3Mൻ്റെ ആണ്. 3Mൻ്റെ ഓൾ ഇൻ വൺ ഷൈനർ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റാണ്. നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും, ഫ്ലിപ്കാർട്ടിലൊക്കെ ഉള്ളതാണ്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ തന്നെ മേടിച്ചത്. 200 രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഈ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ വണ്ടിക്ക് അത്യാവശ്യം ഒരു ഷൈനും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി 3M ഇറക്കുന്നതാണ്. 3Mൻ്റെ ആയതുകൊണ്ടാണ് ഞാൻ കണ്ണുമൂട്ടി മേടിച്ചത്. കാരണം 3Mൻ്റെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ്സാണ് അവർ സെല്ല് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് യൂസ് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ലൈവ് നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു പെർഫോമൻസ് കാണിച്ചു തരാം, എങ്ങനെയാണ് ഷൈൻ എങ്ങനെയാണ് കിട്ടുന്നതെന്നും. പിന്നെ ഇത് ഞാൻ ഒരു തവണ ഓൾറെഡി യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫെയ്ഡ് ആകുമെന്നൊക്കെ എല്ലാവർക്കും ഒരു സംശയം വരില്ല, നമ്മുടെ ഒറിജിനൽ പെയിൻറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ പുതിയ വണ്ടിയിലൊന്നും ആരും ഇത് ട്രൈ ചെയ്യാതിരിക്കുക. നമ്മൾ ഒരുപാട് കോസ്മെറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് വണ്ടിയുടെ പെയിൻറ്റിനെ അത് ബാധിക്കുന്നത്. ഞാനിപ്പോൾ വണ്ടി ഏകദേശം 6 വർഷം ആകാൻ പോകുന്നു. അപ്പോൾ പിന്നെ വണ്ടിക്ക് ഓൾറെഡി അതിൻ്റെ ആ ഒരു പെയിൻറ്റ് ക്വാളിറ്റിയൊക്കെ ഏകദേശം കുറച്ച് നഷ്ടപ്പെട്ടുണ്ട്. കണ്ടില്ല, അത്യാവശ്യം മങ്ങി തുടങ്ങി കഴിഞ്ഞിരിക്കുക. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ ഇത് ട്രൈ ചെയ്യുമ്പം എനിക്ക് അത് ഒരുപാട് വലിയ വിഷമം എടുത്തില്ല. വിഷമം വരും, എന്നാലും നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ തന്നെ നിങ്ങൾ യൂസ് ചെയ്ത് ഇതിൻ്റെ ഒരു ഷൈൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് വേണ്ടത് ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത്, അതായത് ഒരു 800 GSM മുകളിലോട്ടുള്ളത് എടുക്കുക. അല്ലെങ്കിൽ അതിപ്പോൾ തൽക്കാലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ സ്പോഞ്ച് എടുത്തത്. അതില്ലെങ്കിൽ സ്പോഞ്ച് യൂസ് ചെയ്യുക. കഴിവതും മൈക്രോ ഫൈബർ തന്നെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ബെറ്റർ പെർഫോമൻസും വണ്ടിക്ക് സ്ക്രാച്ചും കാര്യങ്ങളൊന്നും വീഴില്ല. അതിലേക്ക് നമ്മളിത് ഈ 3Mൻ്റെ ഈ ഓൾ ഇൻ വൺ ഷൈനർ ജസ്റ്റ് സ്പ്രേ ചെയ്യുക. 2-3 ഡ്രോപ്പ് ഒഴിച്ചാൽ മതി. ഞാനിപ്പോൾ കുറച്ച് സ്ഥലം മാത്രമേ ചെയ്യുന്നുള്ളൂ, നിങ്ങളെ ഒരു ഡെമോൺസ്ട്രേഷൻ കാണിക്കാൻ വേണ്ടി മാത്രമായിട്ട്. അപ്പോൾ അതിനുശേഷം ഈവനായിട്ട് ഇതങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ഞാൻ ഇപ്പോൾ സ്റ്റിക്കർ എടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ആദ്യമേ അവിടെ തന്നെ തേക്കാത്തത്. അപ്പോൾ ആദ്യമേ നമ്മളിത് ജസ്റ്റ് ഇടുമ്പം ചെറിയൊരു മങ്ങൽ പോലെ തോന്നിക്കും, അതെല്ലാം പോളിഷും അങ്ങനെ ഉണ്ടല്ലോ. അതിനുശേഷം നന്നായിട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കഴിയുമ്പോഴാണ്, ഒന്ന് പോളിഷ് ചെയ്ത് കഴിയുമ്പം ആ ഷൈൻ പതുക്കെ കിട്ടി വരും. ഈ ബ്ലാക്കിൽ കാണിക്കും, നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ഇവിടെ നല്ല ലൈറ്റ് അടിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലായിരിക്കും. ഏതായാലും ഇപ്പോഴത്തെ ഒരു ലുക്ക് നിങ്ങൾ കണ്ടല്ലോ. ഇത് കഴിഞ്ഞ് ഫുൾ പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ലൈറ്റ് കുറഞ്ഞൊരു സ്ഥലത്ത് വണ്ടി കൊണ്ടുവന്ന് വെക്കാം. അപ്പോൾ ആ ഒരു വ്യത്യാസം കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പം ഞാനേതായാലും ഈ ഒരു ഭാഗം ഫുള്ളൊന്ന് പോളിഷ് ചെയ്യട്ടെ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ വിഷ്വലി കാണിച്ചു തരാം.
നമ്മുടെ ഷൈനർ യൂസ് ചെയ്ത് അത്യാവശ്യം ഒന്ന് പോളിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം ഈ ബ്ലാക്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയാം. ഇവിടെ ആ ഒരു ഷൈൻ കിട്ടുന്നുണ്ട്, റിഫ്ലക്ഷൻസ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പം ഇത് ചെയ്യാത്ത സ്ഥലമാണ്. അതും ഇത് തമ്മിൽ ലൈറ്റ് ഉള്ളതുകൊണ്ടാണ് അധികം വ്യത്യാസം അറിയാത്തത്. നമ്മൾ കുറച്ചുകൂടെ ഡാർക്കായ സ്ഥലത്ത് പോകുമ്പോഴേക്കും കറക്റ്റ് ആ ഒരു വ്യത്യാസം നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. ഇപ്പം പിന്നെ ക്യാമറയിലായതുകൊണ്ടും കൂടെ അതിൻ്റെ പ്രശ്നം കൂടെ ഉണ്ട്. ലൈറ്റ് ഒന്ന് കുറച്ച് കഴിഞ്ഞാലും കറക്റ്റായിട്ട് നമുക്കൊരു ഫീൽ കിട്ടത്തില്ല. എന്നാലും ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ വലുതായിട്ട് നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അതിൽ രണ്ടും പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല, ഞാൻ യൂസ് ചെയ്ത് ഒരു അഭിപ്രായം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ എന്താ ഉള്ളത് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3M പ്രോഡക്റ്റ് അതിന് മാത്രം ഞാൻ സാറ്റിസ്ഫൈഡ് ഒന്നുമില്ല. ഞാൻ പഴയ വണ്ടി ആയതുകൊണ്ടും കൂടെയാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയും കൂടെ. പുതിയൊരു വണ്ടിയിൽ നിങ്ങൾ ട്രൈ ചെയ്യാതിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് നമ്മൾ കോസ്മെറ്റിക്കൽ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് വണ്ടിയുടെ പെയിൻറ്റിനെ അത് ബാധിക്കും. എപ്പോഴും ആ ഒരു ഇപ്പോൾ സെറാമിക് കോട്ടിങ്ങോ അങ്ങനെയുള്ള ട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് വലിയ പ്രശ്നം വരത്തില്ല. അല്ലെങ്കിൽ വാക്സ് കോട്ടിങ്ങോ അതൊക്കെയാണ് കുറച്ചുകൂടെ ബെറ്ററാണെന്ന് എനിക്ക് തോന്നുന്നത്. നല്ല ബ്രാൻഡിൻ്റെ ആണെങ്കിൽ നമ്മൾ പോയി ചെയ്യാം. നമ്മൾ കൈകൊണ്ട് ചെയ്യുമ്പോൾ അതിന് കുറച്ച് സ്ക്രാച്ചും കാര്യങ്ങളും എല്ലാം വീഴും, പ്രശ്നങ്ങളുണ്ട്. മെഷീൻ യൂസ് ചെയ്ത് ചെയ്യുമ്പം ആ ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ PEA കാർബൺ ക്ലിയർ യാമാലൂബിൻ്റെ നല്ലൊരു പ്രൊഡക്റ്റാണ് എനിക്ക് തോന്നിയത്. കാരണം ഇത്ര നാൾ യൂസ് ചെയ്തിട്ട് എനിക്കൊരു അതിൽ നിന്നൊരു പ്രശ്നം തോന്നിയിട്ടില്ല. ഞാൻ പണ്ടും യൂസ് ചെയ്തിട്ടുണ്ട്, അന്ന് എനിക്ക് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടിയായിരുന്നു. ഇപ്പോൾ വണ്ടി പഴയതായി എന്നിട്ടും അത്യാവശ്യം മൈലേജ് കിട്ടുന്നുണ്ട്. അപ്പം അതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ആ പ്രൊഡക്റ്റിൽ. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ. എനിക്കറിയാം വലിയ കണ്ടൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പം ചാനൽ ഒന്നുകൂടെ എനിക്ക് ഓണാക്കി എടുക്കണം. അതിനുവേണ്ടിയാണ് വീഡിയോസ് പിന്നെ ഇടാൻ തുടങ്ങിയത്. അപ്പം ഇനി നമുക്ക് ഏകദേശം 17 സബ്സ്ക്രൈബേഴ്സും കൂടെ മതി 2000 സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ട്. അപ്പോൾ ഞാൻ അധികം അങ്ങനെ പറയാത്തതാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ. പക്ഷേ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. വെറും 17 പേര് മതി, 2000 സബ്സ്ക്രൈബേഴ്സ് ആവും. അപ്പോൾ എനിക്ക് പുതിയ വീഡിയോസ് ഇടയിലൊക്കെ ചെയ്യാൻ ഇപ്പം വണ്ടിയുടെ ഒക്കെ ചോദിക്കണമെങ്കിൽ എനിക്ക് അത്യാവശ്യം പറയാൻ പറ്റും, 2000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് പറയാൻ പറ്റും. അതൊക്കെ കൊണ്ടാണ്. അപ്പം വീഡിയോ നിങ്ങൾ മാക്സിമം പേരിലേക്ക് എത്തിക്കുക, ഇത് യൂസ്ഫുൾ ആകുന്നവരിലേക്ക് എത്തിക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. വീഡിയോസ് കട്ടയ്ക്ക് കാണുക, ചാനൽ പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.